എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിന്താശേഷി രൂപം കൊണ്ട കാലം മുതൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന എല്ലാത്തിനെയും മനുഷ്യൻ കൂടുതലായി പഠിക്കുവാനായി ആരംഭിച്ചു. അങ്ങനെ അനേകം നൂറ്റാണ്ടുകളായി നടന്ന ഈ അന്വേഷണത്തിൻ്റെയും പഠനത്തിൻ്റെയും ഫലമായി ശാസ്ത്രലോകം പിറവി എടുക്കുകയും ചെയ്തു. കാലങ്ങളായി നമുക്കുത്തരം ലഭിക്കാതിരുന്ന അനേകം ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ അങ്ങനെയാണെങ്കിലും ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും മനുഷ്യൻ ഏറ്റവും അടുത്തറിയുവാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങൾക്കും മുൻപിൽ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ നൽകുവാനായി ഇതുവരെ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്കൊന്ന് അടുത്തറിയാം. നിലവിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രപഞ്ചം രൂപം കൊണ്ടുവന്നിട്ടുള്ളത് ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനത്തെ തുടർന്നിട്ടാണ്. അതിനുശേഷം നടന്ന സംഭവ വികാസങ്ങൾ വളരെ ചുരുങ്ങിയ തോതിലാണെങ്കിലും അനേകം തെളിവുകൾ നിരത്തി നമുക്ക് വിശദീകരിക്കുവാനായി സാധിക്കും. പക്ഷേ ഈ ബിഗ് ബാങ് അഥവാ മഹാവിസ്ഫോടനം നടക്കുന്നതിനു മുൻപ് എന്തായിരുന്നു? ഈ ഒരു ചോദ്യം മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ ശാസ്ത്രലോകത്തിന് യാതൊരു വ്യക്തമായ ഉത്തരവും നൽകുവാനായി സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. പലപ്പോഴും ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി നമുക്ക് ലഭിക്കുക ബിഗ് ബാങ്ങിന് മുൻപ് ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു എന്നതായിരിക്കും. ഒരു പരിധിവരെ ഈ ഉത്തരം ശരിയുമാണ്. നമ്മൾ ഇന്ന് കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന സ്പേസും ടൈമും എല്ലാം തന്നെ ബിഗ് ബാങ്ങിനെ തുടർന്നാണ് രൂപം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ അവിടെയും പിന്നെയും ഒരു ചോദ്യം ബാക്കിയായി വരുന്നു. ബിഗ് ബാങ് എന്ന സിംഗുലാരിറ്റിയിൽ നിന്നുമാണ് ഇവയെല്ലാം രൂപം കൊണ്ടുവന്നതെങ്കിൽ ആ സിംഗുലാരിറ്റി എവിടെ നിന്നും രൂപം കൊണ്ടുവന്നു? ഈ ഒരു ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ശാസ്ത്രലോകം വീണ്ടും ഉത്തരമില്ലാതെ നിൽക്കുകയും ചെയ്യുന്നു. ഇതിനുത്തരം നൽകുവാനായി അനേകം ഹൈപ്പോത്തസിസുകളും മറ്റും നിലവിൽ ഉണ്ടെങ്കിൽ പോലും അവയൊന്നും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തിയറികളായി മുൻപോട്ട് വന്നിട്ടുമില്ല. ഫിലോസഫിക്കലി നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ അനേകം ഉത്തരങ്ങളിലേക്ക് ഒരുപക്ഷെ നമുക്ക് ചെന്ന് എത്തുവാനായി സാധിക്കും. ഉദാഹരണത്തിന്, നമുക്ക് ചുറ്റും അനേകം കുട്ടികൾ ജനിക്കുന്നു. അതിൽ ഒരു കുട്ടിയെ ആരോരുമില്ലാത്ത ഐസൊലേറ്റഡായ ഒരു വനത്തിൽ നമ്മൾ കുറേ കാലം പാർപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ കുട്ടിക്ക് അവൻ്റെ പ്രപഞ്ചമെന്ന് പറയുന്നത് ആ വനം തന്നെയായിരിക്കും. അതിൻ്റെ അർത്ഥം ആ വനത്തിനും പുറത്ത് മറ്റൊരു വലിയ ലോകം ഇല്ല എന്നതല്ല. അവൻ്റെ അറിവ് ആ വനത്തിനുള്ളിൽ മാത്രം പരിമിതമായിരിക്കുന്നു എന്നതാണ്. നമ്മൾ മനുഷ്യ ശരീരം എടുക്കുകയാണ്. മനുഷ്യ ശരീരത്തിൽ ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ സൂക്ഷ്മജീവികളുടെ ഒരു വലിയ പ്രപഞ്ചം തന്നെ രൂപം കൊണ്ടുവന്നിട്ടുണ്ട്. ആ പ്രപഞ്ചം അവിടെ രൂപം കൊള്ളുവാൻ ഇടയായ സാഹചര്യമെന്ന് പറയുന്നത് നമ്മുടെ ജനനമാണ്. അതുപോലെ തന്നെ ബിഗ് ബാങ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് മറ്റെന്തോ ഒന്നിൽ നിന്നുമുള്ള പരിണാമമായി മാറുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനായി സാധിക്കുമോ? നമ്മളിപ്പോൾ ബാക്ടീരിയ, വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളെ നിരീക്ഷിക്കുന്ന സമയം അവയ്ക്കറിയാമോ നമ്മൾ അവയെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത്? അതുപോലെ ഒരു ഗോഡ്ലൈക്ക് ക്രീച്ചേഴ്സ് ആയിട്ടുള്ള മറ്റെന്തെങ്കിലും ഉന്നത ജീവജാലങ്ങൾ നമ്മളെയും നിരീക്ഷിക്കുന്നില്ല എന്ന് പറയാനായി നമുക്ക് സാധിക്കുമോ? അങ്ങനെ എന്തു തന്നെയായാലും നമ്മുടെ പ്രപഞ്ചം ബിഗ് ബാങ്ങിന് മുൻപ് എന്തായിരുന്നു എന്ന ചോദ്യം വരുമ്പോൾ ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരു ഉത്തരം ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അനേകം ഹൈപ്പോത്തസിസുകൾ പറയുന്നത് പോലെ ചിലപ്പോൾ നമ്മൾ മറ്റേതെങ്കിലും ജീവജാലത്തിൻ്റെ തലച്ചോറിന് ഉള്ളിൽ ജീവിക്കുന്ന ഏതെങ്കിലുമൊക്കെ മറ്റു ചില പ്രപഞ്ചത്തിൻ്റെ ബാക്കിപത്രം ആയിരിക്കുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനായി സാധിക്കുകയില്ല. രണ്ടാമതായി, ശാസ്ത്രലോകത്തെ എന്നും കുഴപ്പത്തിലാക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടായിരിക്കുമോ?
എന്തുകൊണ്ട് അവയൊന്നും നമ്മെ തേടി വരുന്നില്ല? യഥാർത്ഥത്തിൽ നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നതിലും എത്രയോ അനേകം മടങ്ങ് വലിപ്പം നമ്മുടെ ഈ പ്രപഞ്ചത്തിനുണ്ട്. മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏതൊരു ടെലിസ്കോപ്പും ഇനി വരുന്ന തലമുറ ഒരുപക്ഷെ നിർമ്മിക്കുവാൻ പോകുന്ന ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടെ ഭൂമിയെ കേന്ദ്രമാക്കി നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ മാത്രമായി ഏകദേശം 2 ലക്ഷം കോടി ഗാലക്സികളുണ്ട്. ഇവയിൽ മൊത്തമായി 80 ലക്ഷം കോടി നക്ഷത്രങ്ങളും അഥവാ 800 ട്രില്യൺ നക്ഷത്രങ്ങൾ. ഇവയിൽ ഓരോന്നിലുമാകട്ടെ അനേകം ഗ്രഹങ്ങളും. അങ്ങനെയുള്ള ഒബ്സർവബിൾ യൂണിവേഴ്സിലെ വെറും ഒരു ഗാലക്സിയായ മിൽക്കി വേയിലെ നക്ഷത്രങ്ങളും പ്ലാനറ്റുകളും പോലും പൂർണ്ണമായി പഠനം നടത്തുവാനായി നമുക്ക് സാധിച്ചിട്ടില്ല. എന്തിന് സൗരയൂഥത്തിലെ നമുക്ക് അടുത്തു കിടക്കുന്ന ഗ്രഹങ്ങൾ പോലും പൂർണ്ണമായി പഠിക്കുവാനായി നമുക്ക് സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഈ പ്രപഞ്ചത്തിൽ നമ്മളല്ലാതെ ജീവനുള്ള മറ്റൊരു ഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്നും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരുത്തരം നൽകുവാനായി സാധിക്കുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറിച്ച് അതിനുള്ള ഉത്തരം നൽകുവാനായി നമ്മൾ പ്രാപ്തരായില്ല എന്ന് പറയുന്നതാകും കുറെ കൂടെ ശരി. മാത്രവുമല്ല, നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ഭാഗങ്ങളെ മാത്രമാണ് നമ്മൾ ഒബ്സർവബിൾ യൂണിവേഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് കാണുവാൻ സാധിക്കാത്ത പ്രപഞ്ചത്തിൻ്റെ ഒബ്സർവബിൾ യൂണിവേഴ്സിനേക്കാൾ 100 കണക്കിന് മടങ്ങ് വലിപ്പമുള്ള ബാക്കി ഭാഗങ്ങൾ പിന്നെയും അവശേഷിക്കുന്നു. അവിടെയൊന്നും ജീവനില്ല എന്ന് പറയുവാനായി നമുക്ക് ഒരിക്കലും സാധിക്കുകയുമില്ല. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമായി പറയുവാൻ തെളിവുകളുമില്ല. മൂന്നാമതായി, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ രൂപം കൊണ്ടുവന്നത്? ഈ ചോദ്യത്തിനും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരുത്തരം നൽകുവാനായി സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. 1953 നടന്ന മില്ലർ-യൂറെ എക്സ്പീരിമെൻറ്റിനെ അടിസ്ഥാനമാക്കി രൂപം കൊണ്ടുവന്നിട്ടുള്ള അബയോജനസിസ് ആണെങ്കിലും പിന്നീട് സമുദ്രങ്ങളിൽ ഹൈഡ്രോതെർമൽ വെൻറ്റുകൾക്ക് സമീപം ജീവൻ രൂപം കൊണ്ടു എന്നു പറയുന്ന ഹൈഡ്രോതെർമൽ വെൻറ്റ് തിയറി ആയാലും ശേഷം രൂപം കൊണ്ട RNA വേൾഡ് ഹൈപ്പോത്തസിസ് ആണെങ്കിലും എന്നോ ഏതോ കാലത്ത് ഭൂമിയിൽ വന്ന് പതിച്ച ആസ്ട്രോയിഡുകളിൽ നിന്നുമാണ് ജീവൻ രൂപം കൊണ്ടുവന്നത് എന്ന് പറയുന്ന പാൻസ്പെർമിയ ആയാലും ഇനി അതൊന്നുമല്ല ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന തിയറി ഓഫ് ഡിവൈൻ ഒറിജിൻ ആയാലും ശാസ്ത്രലോകത്തിന് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ ഒരുത്തരം ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് അബയോജനസിസ് ആണെങ്കിൽ കൂടെ അതിനും അനേകം കുഴപ്പങ്ങളുണ്ട്. ജീവനില്ലാത്ത പദാർത്ഥങ്ങളിൽ നിന്നും പ്രകൃത്യാ നടന്ന കെമിക്കൽ പ്രോസസ്സുകൾ വഴിയാണ് ജീവൻ രൂപം കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ കൂടെ DNA റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ പ്രോട്ടീൻസ് വേണം. പ്രോട്ടീൻസ് ഉണ്ടാകുന്നതാകട്ടെ DNA ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചും. അവിടെ കോഴിയാണോ കോഴിമുട്ടയാണോ ആദ്യമുണ്ടായത് എന്ന ചോദ്യത്തിലേക്ക് തന്നെ നമ്മൾ തിരികെ എത്തുന്നു. ഒരു ലാബിൽ അമിനോ ആസിഡ്സ് ഉണ്ടാക്കുന്നത് പോലെ എളുപ്പമല്ല ഒരു ഫങ്ഷണൽ പ്രോട്ടീൻസിനെ രൂപകൽപ്പന ചെയ്യുക എന്നത്. പ്രീബയോട്ടിക് ഭൂമിയിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്ന DNA RNA ചെയിനുകൾ എങ്ങനെ രൂപം കൊണ്ടുവന്നു എന്ന ചോദ്യത്തിന് ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരങ്ങൾ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നീണ്ടുപോകുന്ന അനേകം ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയായുണ്ട്. നമുക്കറിയാവുന്ന ഫിസിക്സിലെ നിയമങ്ങൾ ഈ പ്രപഞ്ചത്തിൽ എല്ലായിടത്തും ഒരുപോലെ പ്രവർത്തിക്കുമോ? ഈ ചോദ്യം വന്നു കഴിഞ്ഞാലും ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഉത്തരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താണ് ഇലൂഷൻ? എന്താണ് കോൺഷ്യസ്നെസ്? അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും ശാസ്ത്രലോകത്തിന് ഒരു വ്യക്തമായ ഉത്തരമില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിൻ്റെ 95% നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും ഡാർക്ക് മാറ്ററും ഡാർക്ക് എനർജിയും കൊണ്ടാണ്. എന്താണ് ഈ ഡാർക്ക് മാറ്റർ എന്ന് ചോദിച്ചാലോ എന്താണ് ഡാർക്ക് എനർജി എന്ന് ചോദിക്കപ്പെടുമ്പോഴും
ശാസ്ത്രലോകത്തിന് വ്യക്തമായ ഒരുത്തരമില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ നീണ്ടുപോകുന്ന അനേകം ചോദ്യങ്ങൾ പിന്നെയും ബാക്കിയായി വരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. നമുക്ക് പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം.